ഗൈസ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത എന്നാൽ വൈകാതെ ഇറങ്ങാൻ പോകുന്ന 3 സീക്രറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് നമ്മളുടെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ മൂന്നാമത്തെ സ്മാർട്ട് ഫോണ് അത് കുറച്ച് സീന. ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇതാണ് ഇനി വരാൻ പോകുന്ന സാംസങ് ഗാലക്സി Z Fold 8. ആൻഡ് രണ്ടാമത്തെ നമ്മുടെ ജയിലർ സ്മാർട്ട് ഫോൺ ഇനി ഇറങ്ങാൻ പോകുന്ന സാംസങ് ഗാലക്സി Z Flip 8. ആൻഡ് ഈ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇതൊരു സീക്രറ്റ് ആണ്, ലാസ്റ്റ് പറയാം. Z Fold 8 കണ്ടോ? കഴിഞ്ഞ പോലെ ഇറങ്ങിയിരിക്കുന്ന Z Fold 7 വെച്ച് നോക്കുമ്പോൾ ഡിറ്റോ അതേപോലെ തന്നെ ഇട്ടിരിക്കുന്ന യാതൊരു മാറ്റവും രൂപത്തിൽ വന്നിട്ടില്ല. പുറത്ത് 6.8 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആൻഡ് ഫോൺ തുറക്കുമ്പോൾ അകത്ത് ഒരു 8 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഫോണുകളല്ല, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒറിജിനൽ ഫോണുകളുടെ ആക്ച്വൽ എക്സാക്ട് ഡമ്മികളാണ്. തിക്നെസ് ഇതാ ഇങ്ങനെ ഫോൾഡ് തുറന്നിരിക്കുമ്പോൾ ഏകദേശം 4.1 മില്ലിമീറ്റർ മാത്രമാണ് വരുന്നത്. വളരെ തിന്നാക്കിയിട്ടുണ്ട്. എന്നാൽ അടച്ചു കഴിയുമ്പോൾ 8.7 മില്ലിമീറ്റർ തിക്നെസ് ആണുള്ളത്. എന്നാലും ആ ഒരു ഡിസ്പ്ലേ ഒരു ക്രീസ് ലെസ് ഡിസ്പ്ലേ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം ഇതിലകത്ത് അത്യാവശ്യം ക്രീസ് ഉണ്ട്. പക്ഷെ ബാറ്ററി കപ്പാസിറ്റി 5000 മില്ലി ആംപിയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ 200 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും കൂടാതെ 10 മെഗാ പിക്സലിന്റെ ആണ് ടെലിഫോട്ടോ ക്യാമറയും. പിന്നെ മുന്നിലായിട്ട് നിങ്ങൾക്കൊരു 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തായിട്ടും നിങ്ങൾക്കൊരു 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. എന്നാൽ പ്രൊസസർ മാറുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റിലേക്കാണ് ഇത് മാറുന്നത്. എന്നാൽ Z Flip 8ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളിലുണ്ട്. പുറമെ കാണുമ്പോൾ Z Flip 7ന്റെ ഡിറ്റോ കോപ്പിയാണ്. ഒരു രൂപ ഭാവ വ്യത്യാസവും ഇല്ല. അതേ 4.1 ഇഞ്ചിന്റെ ആ ഒരു കവർ ഡിസ്പ്ലേ, അതേ 6.9 ഇഞ്ചിന്റെ ഇന്നർ ഡിസ്പ്ലേ. എന്നാൽ ചിപ്സെറ്റ് ഇതിനകത്ത് Exynos 2900 ആയിരിക്കും എന്നാണ് പറയുന്നത്. തിക്നെസ് പക്ഷേ ലേശം ഒരു പൊട്ടിക്ക് കുറച്ചിട്ടുണ്ട്. നേരത്തെ 6.5 മില്ലിമീറ്റർ ആയിരുന്നു, അത് 6 മില്ലിമീറ്ററിലേക്കായി മാറിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും അതേപോലെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ആണ് വരുന്നത്. ആൻഡ് ഉള്ളിലായിട്ട് നിങ്ങൾക്കൊരു 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി 4300 mAh സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. എന്നാൽ ഇത്തവണത്തെ താരം ആപ്പിൾ എന്ന കമ്പനിയെ പോലും കിടുകിട വിറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ഐറ്റമാണ് ഇതാണ് സാംസങ് ഗാലക്സി Z Fold 8 വൈഡ്. പേര് കേട്ട പോലെ നോർമൽ ഫോൾഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വൈഡ് ആണ്. നോർമൽ ഫോൾഡ് ഭയങ്കര ലെങ്തി ആയിരുന്നു, ഇത് ഭയങ്കര വൈഡ് ആണ്. പുറത്ത് 5.4 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. S26 അൾട്രാൻ്റെ ഉണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം വിഡ്ത്ത് ആണ് ഓൾമോസ്റ്റ് വരുന്നത്. പക്ഷേ ഹൈറ്റ് ഇതേ കണ്ടില്ലേ, ഇതിന്റെ 1/4 ഭാഗം ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഈ ഒരു അറ്റം ഭയങ്കര ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കൈ പിടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ആൻഡ് പുതിയൊരു ഫോം ഫാക്ടറിൽ ഇങ്ങനെ ഒരു ഫോം ഫാക്ടറിൽ ഒരു ഫോൺ വന്നിട്ടില്ല. ഒരു ബ്ലാക്ക്ബെറിയുടെ ഒക്കെ ഫോൺ പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ബട്ട് സ്റ്റിൽ രസമാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോം ഫാക്ടറാണ്. ഇപ്പോൾ ഒറ്റ വിരൽ കൊണ്ട് എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊന്നും സാധിക്കില്ല. ബട്ട് ഇറ്റ്സ് എ ന്യൂ ഒരു റിഫ്രഷിങ് ഡിസൈൻ എന്ന് പറയാം. എന്തായാലും ഇത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ആപ്പിളിൻ്റെ ഐഫോൺ അൾട്ര അഥവാ ഐഫോൺ ഫോൾഡും എടുക്കാൻ പോകുന്ന സെയിം ഡിസൈൻ, ഈ ഒരു ബോക്സി ആയിട്ടുള്ള. എന്നാൽ ആസ് യൂഷ്വൽ സാംസങ് ഇത് നേരത്തെ ലോഞ്ച് ചെയ്യുന്നു. ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം S25 എഡ്ജ് കണ്ടായിരുന്നു, സ്ലിമ്മസ്റ്റ് ഫോൺ, അത് ഐഫോൺ എയറിന് മുന്നേ ലോഞ്ചായി. എഗൈൻ അതേപോലെ ഈ ഒരു Z Fold 8 വൈഡ് ആ ഒരു ആപ്പിൾ വൈഡിനെ മുന്നേ ഇറങ്ങും. ഇതിന്റെ മെയിൻ ഗുട്ടൻസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ഈ വലിയ 7.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. എന്നാൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തിക്നെസ് ഓൾമോസ്റ്റ് 4.5 മില്ലിമീറ്റർ മാത്രമാണുള്ളത്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 9.8 മില്ലിമീറ്റർ ആണ് വരുന്നത്. അതായത് Z Fold 8 8.7 മില്ലിമീറ്റർ ആയിരുന്നു, ഇത് 9.1 മില്ലിമീറ്റർ ആയിരുന്നു. ഒരു 3 മില്ലിമീറ്ററിന്റെ ഒരു തിക്നെസ് വ്യത്യാസമുണ്ട്. എന്നാൽ ബാക്ക് സൈഡിലെ പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിൻ്റെതാണ്. കൂടെയുള്ള ആ ഒരു ക്യാമറ അൾട്രാ വൈഡ് ആണ്, അതും 50 മെഗാ പിക്സലിന്. ഇങ്ങനെ 2 ക്യാമറ വരുന്നൊരു സെറ്റപ്പാണ്. സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ വന്നിട്ടുണ്ട്. ഇതിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ സിം സ്ലോട്ട് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. USB Type-C പോർട്ട് കണ്ടില്ല, അതിൻ്റെ അത്ര മാത്രമേ ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. എന്തായാലും ഫോണിൻ്റെ അകത്ത് 5800 മില്ലി ആംപിയറിൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് മുന്നിലും അതേപോലെ ഉള്ളിലും നിങ്ങൾക്ക് 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. സോ യെസ്, ഇതാണ് സാംസങ്ങിന്റെ സീക്രട്ട് ആയിട്ടുള്ള Z Fold 8 വൈഡ്. അതിനോടൊപ്പം ഇത്തവണ Z Fold 8 അതേപോലെ തന്നെ Z Flip 8 ഇങ്ങനെ 3 ഫോണുകളാണ് ഇത്തവണ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ Z Fold 8 വൈഡിനാണോ അതോ നോർമൽ Z Fold 8നാണോ അതോ നമ്മുടെ Z Flip 8നാണോ കൂടുതൽ ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. സോ ഐ തിങ്ക് ജൂലൈ 22 അങ്ങനെ എന്തോ ആണ് ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലോഞ്ചിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഫസ്റ്റ് ലുക്ക് കൊണ്ടു തന്നിരിക്കുകയാണ്. സോ കൂടുതൽ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.